ഹായ്, നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഡെയിലി പ്രോസസ് ഫോർ ഹോസ്പിറ്റൽ റിസപ്ഷൻ ഇൻചാർജ്. ഒരു റിസപ്ഷൻ ഹോസ്പിറ്റലിലെ റിസപ്ഷൻ ഇൻചാർജിന്റെ ഡെയിലി പ്രോസസ്സുകളെ കുറിച്ചാണ്. ഒരു റിസപ്ഷനിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഈ കാര്യം നോക്കി കാണുകയാണെങ്കിൽ ഒരു റിസപ്ഷനിസ്റ്റ് ആണ് ഫ്രണ്ട് സൈഡ്, അതായത് ഫ്രണ്ട് ഒരു ഹോസ്പിറ്റലിന്റെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ആള്. അവരുടെ ആറ്റിറ്റ്യൂഡും അവരുടെ വർക്കബിലിറ്റിയുമാണ് ആ ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ കൊടുക്കുന്നത്. സോ അതിൽ നമ്മളുടെ കീഴിലുള്ള എല്ലാ സ്റ്റാഫുകളും പ്രിപ്പയർഡ് ആണെന്ന് നമ്മൾ എല്ലായ്പ്പോഴും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഓക്കെ, നമ്മളിപ്പോ ഇതിലൂടെ നമ്മൾ പറയുന്നത് സ്ട്രീം ലൈൻ ദ റിസപ്ഷൻ ഓപ്പറേഷൻ. ഓക്കെ, ഇതാണ് നമ്മൾ റിസപ്ഷൻ ഓപ്പറേഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നതിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. ഈ ഒരു ട്രെയിനിങ് കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ് ഇതൊക്കെയാണ്. അതായത് ഒരു പേഷ്യന്റ് ഫ്ലോ എക്സലന്റ് സർവീസും പേഷ്യന്റ് ഫ്ലോ സ്ട്രീം ലൈൻ ചെയ്യാം. അതേപോലെ തന്നെ എക്സലന്റ് സർവീസ് റിസപ്ഷനിൽ കൊടുക്കാൻ വേണ്ടി പറ്റാം. മെയിൻറ്റെയിൻ ദ കോർഡിനേഷൻ വിത്ത് ദ അതർ ഡിപ്പാർട്ട്മെന്റ്സ്, മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് നല്ല കോർഡിനേഷൻ ഉണ്ടാക്കുക. ഹാൻഡിൽ ദ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഓപ്പറേഷണൽ ടാസ്ക് എഫിഷ്യന്റ്ലി, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് അതേപോലെ തന്നെ ഓപ്പറേഷണൽ ടാസ്കുകൾ എഫിഷ്യന്റ് ആയിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റുക. ഒന്ന്, പേഷ്യന്റ് ഫ്ലോ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാം. അതേപോലെ തന്നെ റിസപ്ഷനിലെ സർവീസ് എക്സലന്റ് ആക്കുക. രണ്ട്, മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ വളരെ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. ആൻഡ് ദ അഡ്മിനിസ്ട്രേറ്റീവ് റൂൾസ്, അഡ്മിനിസ്ട്രേഷനും അതേപോലെ തന്നെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വളരെ എഫിഷ്യൻസിയിൽ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നാമതൊരു ഫ്ലോ ചാർട്ട് ആണ്. ഇത് നോർമൽ എല്ലാ ഹോസ്പിറ്റലുകളിലും നടക്കുന്ന ഒരു ഫ്ലോ ചാർട്ടാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, പേഷ്യന്റ് വന്നു. പേഷ്യന്റ് വരുമ്പോൾ പേഷ്യന്റ് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഏരിയയിലേക്ക് നഴ്സസിനോട്, അടുത്ത നഴ്സിംഗ് സ്റ്റാഫിന്റെ അടുത്ത് നമ്മൾ കൊടുക്കാം. ഇല്ല, രജിസ്റ്റർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവരെ രജിസ്ട്രേഷൻ ചെയ്യുക, സിസ്റ്റം ത്രൂ രജിസ്ട്രേഷൻ ചെയ്യുക. രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ടാണ് അവരുടെ പേര്, അവരുടെ സ്പെല്ലിംഗ്, ആ സംഗതികളൊക്കെ കൃത്യമായിട്ടാണ് അവര് രജിസ്ട്രേഷൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർ ID കാർഡോ ആധാർ കാർഡോ ഏതെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാം. ഉണ്ടെങ്കിൽ ബെറ്റർ, കാരണം നമുക്ക് അവരുടെ അതേ നെയിം തന്നെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇല്ല, ID കാർഡൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, നോർമലി അവർ പറയുന്നത് കേട്ടിട്ട് അതേപോലെ തന്നെ ചെയ്യാം. ഓക്കെ, നേഴ്സ് അവൈലബിൾ ആണെങ്കിൽ, അവൈലബിൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നെക്സ്റ്റ് അവൈലബിൾ ആളെ വെയിറ്റ് ചെയ്യുക. അവൈലബിൾ ആണെങ്കിൽ ഹെൽത്ത് റെക്കോർഡ് ഹെൽത്ത് കണ്ടീഷൻ, അതായത് ഫസ്റ്റ് അസസ്മെന്റ്, നഴ്സിംഗ് അസസ്മെന്റിലേക്ക് പോവുക. ദെൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ഡോക്ടർ അവൈലബിൾ ആണെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ഡോക്ടർ അവൈലബിൾ അല്ലെങ്കിൽ അതുവരെ ജസ്റ്റ് ചെയ്ത് ഡോക്ടറാണ് കാണുന്നതിന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ദെൻ ഡോക്ടർ അസൈൻ ചെയ്യാം. ദെൻ ഡോക്ടർ കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ഒരു ഏരിയ അല്ല എങ്കിലും നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്, ഒരു വർക്ക് ഫ്ലോ എന്തായിരിക്കണം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഡോക്ടർ അസൈൻ ചെയ്തു, ഡയഗ്നോസിങ് കൊടുത്തു. സാധാരണ എല്ലാവർക്കും ചിലപ്പോൾ ഡയഗ്നോസിങ് ഉണ്ടാവില്ല. ഡയഗ്നോസിങ് മീൻസ് ടെസ്റ്റുകൾ സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവില്ല, ചിലപ്പോൾ ഉണ്ടെങ്കിൽ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. ടെസ്റ്റ് റിസൾട്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കേഷൻ പ്രിപ്പറേഷൻ ആവശ്യമുണ്ടോ എന്ന് ഡോക്ടർ ചെക്ക് ചെയ്യും. ഇല്ലെങ്കിൽ നേരെ പേഷ്യന്റ് പോവാം. പേഷ്യന്റ് മെഡിക്കേഷൻ ഉണ്ടെങ്കിൽ പേഷ്യന്റിന് കൃത്യമായ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുക. അവർ നെക്സ്റ്റ് ഫാർമസിയിലേക്ക് പറഞ്ഞേക്കാം. ഇതാണ് ഒരു കംപ്ലീറ്റ് വർക്ക് ഫ്ലോ. ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളുടെ ടൈമിന് കുറച്ച് മുമ്പ് നമ്മൾ എത്തണം. ഇതിൽ പറയുന്നത് 30 minutes ബിഫോർ ദ റിസപ്ഷൻ ഓപ്പൺ ചെയ്യുന്നതിന്റെ ഒരു 30 minutes മുമ്പ്. നമ്മൾ ഓൾറെഡി 24/7 റിസപ്ഷൻ ഓപ്പൺ ആണ്. സോ അതിന് നിങ്ങളുടെ ഒരു വർക്കിന്റെ ഒരു കുറച്ചൊരു സമയം മുമ്പ് നിങ്ങൾ എത്തുക. ഇൻസ്പെക്ട് ദ ക്ലീൻനെസ് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ദ റിസപ്ഷൻ ഏരിയ. റിസപ്ഷൻ ഏരിയ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കണം. അവിടുത്തെ സംഗതികളെല്ലാം, തിങ്സ് എല്ലാം വളരെ ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കണം. അത് നിങ്ങൾ ഉറപ്പുവരുത്തണം. വെരിഫൈ ഓൾ സിസ്റ്റം, കമ്പ്യൂട്ടേഴ്സ്, ടെലിഫോൺസ്, പ്രിന്റേഴ്സ് എല്ലാം ഫംഗ്ഷനിലാണെന്ന് ഉറപ്പുവരുത്തണം. റിവ്യൂ ദ ഡെയിലി അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ. ഇന്ന് എത്ര ബുക്കിംഗ് ഉണ്ടെന്ന് ചോദിക്കണം. ഇതുവരെ ഇന്നത്തെ ഡോക്ടേഴ്സ് ആരാണ്, ഇന്നത്തെ അവർക്ക് എത്ര ബുക്കിംഗ് ഉണ്ട്, ഇതെല്ലാം നമ്മൾ ചോദിച്ച് കൃത്യമായ ഡീറ്റെയിൽ. ബ്രീഫ് സ്റ്റാഫ് ഓൺ ദ എക്സ്പെക്ടഡ് പേഷ്യന്റ് ലോഡ് ആൻഡ് സ്പെഷ്യൽ കേസസ്. എന്തെങ്കിലും സ്പെഷ്യൽ കേസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഓവർ കൊടുക്കുമല്ലോ, ഹാൻഡ് ഓവർ കൊടുക്കുമ്പോൾ അത് കൊടുക്കാം. പ്ലസ് നമ്മൾ എക്സ്പെക്ടഡ് പേഷ്യന്റ് ലോഡ്, ഇപ്പോൾ ഓരോ ഡോക്ടർമാർക്കും ഇന്ന് എക്സ്പെക്ട് ചെയ്യാവുന്ന ലോഡ് എത്രയാണെന്നുള്ളത് നോക്കുക. അതിനനുസരിച്ച് കാര്യങ്ങൾ ബ്രീഫ് ചെയ്ത് കൊടുക്കുക. ഓരോ സ്റ്റാഫുകൾക്കും ബ്രീഫ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഉള്ളത് 1-2 ഏരിയകളായിട്ടാണ്. ഈ മൂന്നാമത്തെ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ അത് ഡിപ്പാർട്ട്മെന്റ് സെപ്പറേറ്റ് ഏരിയ ആയിരിക്കും. അപ്പൊ അവർക്കൊക്കെ കൃത്യമായിട്ട് ആ ഏരിയയിൽ വരുന്ന ആളുകൾ എത്രയാണ്, ഈ ഏരിയയിൽ പീഡിയാട്രിക്കിൽ എത്ര പേഷ്യന്റ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ
എത്ര ബുക്കിംഗ് ഉണ്ട്, ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ എത്ര ബുക്കിംഗ് ഉണ്ട് എന്നെല്ലാം കൃത്യമായിട്ട് ബ്രീഫ് ചെയ്ത് കൊടുക്കുക അന്നത്തെ സ്റ്റാഫുകൾക്ക്. മാനേജിങ് പേഷ്യന്റ് രജിസ്ട്രേഷൻ. പേഷ്യന്റ് രജിസ്ട്രേഷൻ ഓൾറെഡി നമ്മൾ പ്രോസസ്സിൽ നമ്മുടെ സ്റ്റാഫ് പ്രോസസ്സിൽ പറഞ്ഞിട്ട് എങ്ങനെ ചെയ്യണമെന്ന്. എൻഷുർ ദ സ്മൂത്ത് പേഷ്യന്റ് രജിസ്ട്രേഷൻ യൂസിംഗ് ദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം. ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് അതിന് കൃത്യമായ സിസ്റ്റം ഉണ്ട്. ആ ഒരു കമ്പ്യൂട്ടറിലാണ് ഇതെല്ലാം ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കൽ ആ സിസ്റ്റം ത്രൂ നമുക്ക് എന്ത് ചെയ്യാം, പേഷ്യന്റ് രജിസ്ട്രേഷൻ ചെയ്യാം. വെരിഫൈ, അതിന്റെ കൃത്യമായ സംഗതികളൊക്കെ നമ്മളെ പ്രോസസ്, അതായത് സ്റ്റാഫ് പ്രോസസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് മാനേജ് ചെയ്യുക, അത് സ്മൂത്ത് ആണെന്ന് ഉറപ്പുവരുത്തുക, എല്ലായിടത്തും കൃത്യമായ വർക്ക് നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. വെരിഫൈ ആൻഡ് കളക്ട് ദ പേഷ്യന്റ് ഇൻഫർമേഷൻ ഇൻക്ലൂഡ് ദ ഇൻഷുറൻസ് ഡീറ്റെയിൽ. ഇപ്പൊ ഒരു പേഷ്യന്റ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് അവർ ID കാർഡോ അല്ലെങ്കിൽ ഇൻഷുറൻസ് കാർഡൊക്കെ വാങ്ങിക്കുക. എന്നിട്ട് അത് കൃത്യമായിട്ട് നോക്കുക. നമുക്ക് ഇപ്പോ ക്യാഷ്ലെസ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തില്ല, ദെൻ നെക്സ്റ്റ് വരികയാണെങ്കിലും ഇത് തന്നെ നമുക്ക് അതിന്റെ ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കാം. അവരുടെ ID കാർഡ് അല്ലെങ്കിൽ ഇൻഷുറൻസ് കാർഡ് വാങ്ങിക്കുക. അതേ നെയിമാണ് ഇവിടെ നമ്മൾ എൻട്രി ചെയ്തിട്ടുള്ളതെന്നൊക്കെ ഉറപ്പുവരുത്തുക. ക്യാഷ്ലെസ് ഇല്ല എന്നേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് അവർക്ക് വേണ്ട ഡോക്യുമെന്റ്സ് ഒക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ നെയിം അല്ലെങ്കിൽ ബാക്കിയുള്ള സംഗതികൾ, അവരുടെ റിക്വയർമെന്റ്സ് ഒക്കെ കൃത്യമാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്താം. ഗെറ്റ് ദ പേഷ്യന്റ് ദ കറക്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആസ് പെർ ദെയർ അപ്പോയിന്റ്മെന്റ്. ഇപ്പൊ അവിടെ നമ്മൾ ഒരു രജിസ്ട്രേഷൻ കഴിഞ്ഞു, അവരെ നെക്സ്റ്റ് വിസിറ്റ്, നെക്സ്റ്റ് പേഷ്യന്റിന്റെ നെക്സ്റ്റ് ഏരിയയിലേക്ക് അവരെ കൊണ്ടുപോവേണ്ടതും ഇവരുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ ഈ എന്താണ് ചെയ്യേണ്ടത്? വെരിഫൈ ദ കളക്ട് ദ പേഷ്യന്റ് ഇൻഫർമേഷൻ ഇൻക്ലൂഡ് ഇൻഷുറൻസ് ഡീറ്റെയിൽസ്. 3 ഗൈഡ് പേഷ്യന്റ് ടു ദി കറക്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആസ് പെർ ദി അപ്പോയിന്റ്മെന്റ്. ഹാൻഡിൽ വാക്ക്-ഇൻ ആൻഡ് എമർജൻസി കേസ് എഫിഷ്യന്റ്ലി. അതായത് വാക്ക്-ഇൻ പേഷ്യന്റ്, ഡയറക്റ്റ് ബുക്ക് ചെയ്യാതെ വരുന്ന പേഷ്യൻസ് ഉണ്ടാവും, അവർക്കും കൃത്യമായ പരിഗണന കൊടുക്കുക. എമർജൻസി ആണെങ്കിൽ എമർജൻസി പ്രോട്ടോകോൾ വെച്ചിട്ട് വേണം നമുക്ക് അവരെ അറ്റൻഡ് ചെയ്യാൻ. ഡയറക്റ്റ് ടു ദി കാഷ്വാലിറ്റി എന്നുള്ള രീതിയിലാണ് നമ്മൾ അസിസ്റ്റ് ചെയ്യേണ്ടത്. അതിനൊക്കെ നമുക്ക് കൃത്യമായി SOP ഉണ്ട്. അതെല്ലാം കൃത്യമായി വായിച്ച് പഠിച്ച് കൃത്യമായിരിക്കണം. ഓക്കെ, കോർഡിനേറ്റ് വിത്ത് ഇതൊരു ഗൈഡ് ലൈൻ ആണ് കേട്ടോ. ഇതൊക്കെ പറയുന്നത് ജസ്റ്റ് നിങ്ങളുടെ ഒരു ഓവറോൾ ഡ്യൂട്ടിയുടെ ഒരു ഗൈഡ് ലൈൻ ആണ്. ഇതിൽ നിങ്ങളുടെ SOP എവിടെയൊക്കെ വരുന്നു എന്നുള്ളത് നോക്കിയിട്ട് വേണം ഇത് ഹാൻഡിൽ ചെയ്യാൻ. ഓക്കെ, കോർഡിനേറ്റിംഗ് വിത്ത് ദ ഡിപ്പാർട്ട്മെന്റുമായുള്ള കോർഡിനേഷൻ നമ്മൾ പറഞ്ഞല്ലോ. ഷെയർ ദ റിയൽ ടൈം അപ്ഡേറ്റ് അബൌട്ട് ദ പേഷ്യന്റ് അറൈവൽ ആൻഡ് റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും പേഷ്യൻസ് ഇത്ര എത്തിയിട്ടുണ്ട് എന്നുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഡീറ്റെയിൽ അവർക്ക് ആവശ്യമുള്ള സമയത്ത് കൊടുക്കുക. ഇനി എത്ര പേഷ്യന്റ് വെയിറ്റിംഗ് ഉണ്ട്, ഇതൊക്കെ കൃത്യമായിട്ട് അവർ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. ഹാൻഡിൽ സ്പെഷ്യൽ റിക്വസ്റ്റ് സച്ച് ആസ് അർജന്റ് കൺസൾട്ടേഷൻ, പ്രയോറിറ്റി കേസസ്. ഏതെങ്കിലും അർജന്റ്, ഇപ്പൊ നമ്മളുടെ കേസിലൊക്കെ വരുന്ന അർജന്റ് കേസ് ഉണ്ടെങ്കിൽ അത് അവരൊന്ന് അറ്റൻഡ് ചെയ്യുക. അത് പ്രയോറിറ്റി കേസസ് ഉണ്ടെങ്കിൽ അതും അറ്റൻഡ് ചെയ്യുക. ചിലപ്പോ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു നോർമൽ ആൾ തന്നെയാണ്, എമർജൻസി അല്ല, ബട്ട് അവരുടെ വർക്കുമായി ബന്ധപ്പെട്ട് അവർക്ക് കുറച്ച് നേരത്തെ അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ട, അവർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ എമർജൻസി കേസിൽ തന്നെ ഇടുക. എന്നിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. എൻഷുർ ദ ഡയഗ്നോസ്റ്റിക് ആൻഡ് ബില്ലിംഗ് ക്യൂസ് ആർ കോർഡിനേറ്റഡ് സീംലെസ്ലി. അതേപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് ഏരിയയിൽ, ഇപ്പൊ നമ്മുടെ ലാബ് ഏരിയയിൽ അതായത് ബില്ലിംഗ് ക്യൂസ്, ഇതൊക്കെ തിരക്കുണ്ടോ എന്നൊക്കെ നോക്കുക. തിരക്കുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് സ്പീഡാക്കി ചെയ്യേണ്ടത് എവിടേക്കാണ് അവർക്ക് ബില്ല് അടക്കേണ്ടത്, ഏത് ഏരിയയിലാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും എല്ലാ ഡിപ്പാർട്ട്മെന്റുമായിട്ടും കൃത്യമായി കോർഡിനേഷൻ ചെയ്യുകയും ചെയ്യുക. ഇപ്പൊ ചില സമയത്ത് നമ്മുടെ IP ബില്ലിംഗ് നമ്മുടെ IP സെക്ഷനിലായിരിക്കും, ചില സമയത്ത് ക്ലോസ് ചെയ്തതിനു ശേഷം ചെയ്യേണ്ടത് മെയിൻ റിസപ്ഷനിലായിരിക്കും. അപ്പൊ അതിനൊക്കെ അനുസരിച്ച് ഇന്ന് ബില്ലിംഗ് ഉണ്ടോ അല്ലെങ്കിൽ എത്ര എണ്ണം ഉണ്ടാവും, ഇതൊക്കെ കൃത്യമായിട്ട് ഡിപ്പാർട്ട്മെന്റ് കമ്മ്യൂണിക്കേഷൻ നടക്കുക. ഹാൻഡ്ലിംഗ് കംപ്ലൈന്റ് ആൻഡ് സ്റ്റോറീസ്. ഓക്കെ, ആക്ട് ആസ് എ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോൺടാക്ട് പേഷ്യന്റ് ഫീഡ്ബാക്ക് ഓർ കംപ്ലൈന്റ്. നമുക്ക് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ കംപ്ലൈന്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഉണ്ട്. ഫീഡ്ബാക്ക് ഫോംസ് അവൈലബിൾ ആണ്, അത് നമ്മൾ കൊടുക്കാറുണ്ട്. ഇനി കംപ്ലൈന്റ് ആണെങ്കിൽ നമ്മൾ എല്ലായിടത്തും എല്ലാത്തിന്റെ വിസിനിറ്റിയിലും നമ്മൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാനുള്ള ബോർഡ് വെച്ചിട്ടുണ്ട്. അത് അവർക്ക് പറഞ്ഞു കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാനുള്ള ലോങ് ബുക്ക് ഉണ്ട്, അതിൽ കംപ്ലൈന്റ് കൊടുക്കുക. അത് ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യുക. റിസോൾവ് ദ ഇഷ്യൂ പ്രോംപ്റ്റ്ലി ഓർ എസ്കലേറ്റ് ദം ടു ദ കൺസേൺ അതോറിറ്റി. ഇപ്പൊ നമുക്ക് അവിടെ നിന്ന് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണെങ്കിൽ അവിടുന്ന് സോൾവ് ചെയ്യാം. അല്ലെങ്കിൽ അതിന്റെ കൺസേൺ ആരാണോ അത് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യേണ്ടത് ആ ഏരിയയിലേക്ക് പോകും. ഇപ്പോൾ ലാബുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ലാബ് ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഇൻചാർജിന്റെ അടുത്തേക്ക്, അല്ലെങ്കിൽ ഫാർമസിയുമായി ബന്ധപ്പെട്ടെങ്കിൽ ഫാർമസി ഇൻചാർജ്, നഴ്സിംഗ് ആണെങ്കിൽ നഴ്സിംഗ് ചാർജുള്ള ആള്, ഏത് ഏരിയയിലാണ് ബോർഡ് അവിടെ കൊടുക്കുക. ഇൻ കേസ് അവിടെയും നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ
കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. മെയിൻറ്റെയിൻ ദ ലോങ് ബുക്ക് ഓൾ ഫീഡ്ബാക്ക് ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. ലോങ് ബുക്ക് കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക. അതിൽ എടുത്ത കംപ്ലൈന്റുകൾ, അതിന്റെ റെസൊല്യൂഷൻ, അതിന്റെ സൊല്യൂഷൻ എന്താണ് ഉണ്ടായിട്ടുള്ളതെന്നൊക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുക. ജസ്റ്റ് ഒരു പിന്നെ ഫോർമാറ്റ് ആണ്. കംപ്ലൈന്റ് എങ്ങനെയാണ് ലോങ് ബുക്കിൽ, അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റ് വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ഫ്ലോ ചാർട്ട്. ഒരു കംപ്ലൈന്റ് വന്നു, ആക്ഷൻ എടുക്കേണ്ടതില്ല, നോ ആക്ഷൻ നീഡഡ്, നേരെ കംപ്ലീറ്റ് ക്ലോസ് ചെയ്യുക. ചിലപ്പോൾ എന്തെങ്കിലും കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട സാധനമൊക്കെ അവിടെ തന്നെ. നെക്സ്റ്റ്, ഒരു കസ്റ്റമർ കംപ്ലൈന്റ് റിസീവ് ചെയ്തു. ഓക്കെ, അത് എന്താ പറയാ, നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട സംഗതി തന്നെയാണ്. ലോങ് കംപ്ലൈന്റ് അവരുടെ ബുക്കിൽ എഴുതുക. എന്നിട്ട് ഫിക്സ് ചെയ്യാൻ ഈസി ആണോ? ഈസി ആണെങ്കിൽ കംപ്ലൈന്റ് ഫിക്സ് ചെയ്യാം, ദെൻ കംപ്ലൈന്റ് ക്ലോസ് ചെയ്യാം. അതെങ്ങനെ നമ്മൾ ചെയ്തു എന്നുള്ള ലോങ് ബുക്കിൽ കൃത്യമായിട്ട് എഴുതിയേക്കാം. ഓക്കെ, ഇനി ഫിക്സ് ചെയ്യാൻ എളുപ്പമല്ല, ടെക്നിക്കൽ പ്രോബ്ലം ആണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഫാർമസിയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നഴ്സിംഗുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഡോക്ടേഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അത് എന്താണ് ടെക്നിക്കൽ പ്രോബ്ലം ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം അത് ഇൻവെസ്റ്റിഗേറ്റ് കംപ്ലൈന്റ്. പ്രോബ്ലം ടെക്നിക്കൽ ആണ്, ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. എന്നിട്ട് സൊല്യൂഷൻ കിട്ടിയാൽ ഓക്കെ, ഫിക്സ് ദ കംപ്ലൈന്റ്, ക്ലോസ് ദ കംപ്ലൈന്റ്. ഓക്കെ, അത് വന്നില്ല, ഇനി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു, അതിന്റെ സൊല്യൂഷൻ നമ്മൾ ഫൗണ്ട് ചെയ്തില്ല. നെക്സ്റ്റ് എസ്കലേറ്റ് ദ ടെക്നിക്കൽ ടീമിന് കൊടുക്കുക, സൊല്യൂഷനിലേക്ക് പോകും. ദെൻ അവിടെ സൊല്യൂഷൻ ആക്കേണ്ട പ്രൊവൈഡ് ദ സൊല്യൂഷൻ ഓപ്ഷൻ. കസ്റ്റമർ അഗ്രി ചെയ്യുകയാണെങ്കിൽ ആ പ്രോബ്ലം അവിടെ സോൾവ് ആവും. ഓക്കെ, ഇനി അത് കസ്റ്റമർ അഗ്രി ചെയ്യണില്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്പോളജി ചെയ്യുക, ക്ലോസ് കംപ്ലൈന്റ്. അതായത് നമുക്ക് പരമാവധി നമ്മളുടെ ഏരിയയിൽ അവർക്ക് വേണ്ട കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്തു കൊടുത്തതിന് ശേഷം മാത്രമേ ആ കേസ് ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ. ജസ്റ്റ് ഒരു ഓവറോൾ ഫീഡ്ബാക്ക് ആണ്, ഒരു ഫ്ലോ ആണ്. ഇങ്ങനെയാണ് സാധാരണ വർക്ക് ചെയ്യാറ്. ഇൻ കേസ് ഏതെങ്കിലും സെപ്പറേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് എസ്കലേഷൻ വരികയാണെങ്കിൽ അങ്ങനെ കൊടുക്കണം. ഓക്കെ, സൂപ്പർവൈസിങ് റിസപ്ഷൻ സ്റ്റാഫ്. അസൈൻ ദ ടാസ്ക് ടു ദ റിസപ്ഷൻ സ്റ്റാഫ്. ഓരോരുത്തർക്കും ഓരോ ടാസ്കുകൾ അസൈൻ ചെയ്യുക. അത് ചെക്ക് ഇൻ, ബില്ലിംഗ്, പിന്നെ ഗൈഡിങ് പേഷ്യൻസ്, ഇതൊക്കെ ഓരോരുത്തർക്കും അസൈൻ ചെയ്യുക. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ ഏരിയയിൽ കൂടുതൽ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഓരോരുത്തർക്കും, ഇപ്പോൾ ഈവൻ ഗൈഡിങ് ഫോർ ദ പേഷ്യൻസ് ഒക്കെ ആക്കിയിട്ട് എപ്പോഴും ഒരാളെ നിർത്താം. പിന്നെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യാം. അതിന് നമ്മൾ ഗൂഗിൾ ഷീറ്റ് ഒക്കെ ഉണ്ട്, അവരെ ഇപ്പൊ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് ഉണ്ട്. അത് നോക്കിയിട്ട് അവരുടെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യുക. അവര് നമ്മൾ ഗൂഗിൾ ഷീറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ അതുപോലെ നോക്കിയിട്ട് അവർക്ക് എളുപ്പത്തിൽ പിന്നെ നിങ്ങൾക്ക് അവരെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യാൻ പറ്റും. റിയൽ ടൈമും മോണിറ്റർ ചെയ്യാം. കണ്ടക്ട് ദ ബ്രീഫ് ട്രെയിനിങ്. ഓരോ നമ്മളെ ആ പ്രോസസ്സിലുള്ള, നമ്മുടെ ഹോസ്പിറ്റൽ റിസപ്ഷനിലുള്ള പ്രോസസ്സിലുള്ള ഓരോ ഏരിയയും ഓരോ പ്രോസസ്സും എല്ലാ ദിവസവും ട്രെയിനിങ്ങിനെ കൊടുത്തുകൊണ്ടേയിരിക്കുക. അഡീഷണൽ ട്രെയിനിങ്, SOP ട്രെയിനിങ്, അത് അഡീഷണൽ ആയിട്ടും കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം അവരുടെ ഫയലുകളിൽ, അത് HR-ലുള്ളതാണ് ഫയലുകൾ, HR-ൽ റിപ്പോർട്ട് ചെയ്യുക. ഓരോരുത്തർക്കും ഇന്ന ഏരിയയിൽ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ബില്ലിംഗ് ആൻഡ് പേയ്മെന്റ് അസിസ്റ്റന്റ്. ഓവർസീ ദ ബില്ലിംഗ് ആക്യുറസി ആൻഡ് കൺസൾട്ടേഷൻ ആൻഡ് പ്രൊസീജിയർ. അതായത് എല്ലാ ഏരിയയിലുള്ള കൺസൾട്ടേഷനും പ്രൊസീജിയറിന്റെ എല്ലാം ബില്ലിംഗ് എപ്പോഴും മേൽനോട്ടം വഹിക്കുക. അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല, കൃത്യമായിട്ടാണ് പോകുന്നതെന്നെല്ലാം ഉറപ്പുവരുത്തുക. അതായത് നമ്മളുടെ കൗണ്ടറിൽ അൺഅക്കൗണ്ടഡ് മണീസ് ഉണ്ടാവാൻ പാടില്ല. അതായത് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടോ മാറ്റി വെക്കുക, അല്ലെങ്കിൽ ബില്ലില്ലാതെ വാങ്ങിക്കുക, അങ്ങനെയാണെങ്കിൽ കൃത്യം ധാരണ ആ ഇൻചാർജിന് വേണം. എന്താണ് അവിടെ നടക്കുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ ഇൻചാർജിന് വേണം. എൻഷുർ ദ റെസീപ്റ്റ് ആർ പ്രൊവൈഡഡ് ഓൾ ട്രാൻസാക്ഷൻ. എല്ലാ ട്രാൻസാക്ഷനും കൃത്യമായ റെസിപ്റ്റ് അല്ലെങ്കിൽ നമ്മൾ പെയ്ഡ് സീല് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഇൻചാർജിന്റെ ഉത്തരവാദിത്തങ്ങളിൽ പെട്ടതാണ്. എൻഡ് ഓഫ് ദി ടാസ്ക്. റിവ്യൂ, അപ്ഡേറ്റ് ആൻഡ് ദി പേഷ്യന്റ് റെക്കോർഡ്സ് ഫോർ ദി ഡേ. ഇന്ന് എത്ര പേഷ്യന്റ് വന്നിട്ടുണ്ട്, മോർണിംഗ് ഷിഫ്റ്റിലാണെങ്കിൽ എത്ര പേഷ്യന്റ് വന്നിട്ടുണ്ട്, ഈവനിങ് ഷിഫ്റ്റ് ആണെങ്കിൽ മോർണിംഗിൽ വരുമ്പോൾ അത് എത്ര ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്ത് ടോട്ടൽ ഒരു കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് റിപ്പോർട്ട് ആക്കുക. പിന്നെ റീക്യാൻസൽ ബില്ലിംഗ്, എൻഷുർ ദ പേയ്മെന്റ് ആർ അക്കൗണ്ടഡ് ഫോർ. എല്ലാം റീക്യാൻസൽ ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതിന്റെ എന്താ പറയാ, അപ്ഡേഷൻ എടുക്കുക അക്കൗണ്ട്സിൽ നിന്ന്. ജനറേറ്റ് ദ ഡെയിലി റെസിപ്റ്റ് ഫോർ ദ റിപ്പോർട്ട്സ് ആൻഡ് ഷെയർ വിത്ത് ദ അഡ്മിനിസ്ട്രേഷൻ. എല്ലാ ദിവസവും, ഇപ്പൊ നമ്മൾ നൈറ്റ് ഷിഫ്റ്റ് ആണ്, നമ്മൾ എല്ലാ ദിവസവും പിന്നെ ഇവിടെ കൊടുത്തിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. മോർണിംഗ് ഷിഫ്റ്റും അതേപോലെ തന്നെ അതിന്റെ കൂടെ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ വീക്ക്ലി എങ്കിലും അതിന്റെ കൃത്യമായ റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്തിട്ട് വീക്ക്ലി മീറ്റിംഗിൽ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യാം.
സെക്യൂർ ദ റിസപ്ഷൻ ഏരിയ, സ്വിച്ച് ഓഫ് ദ ഇലക്ട്രോണിക് സിസ്റ്റം ഇഫ് ദ ക്ലോസിംഗ്. ഇപ്പൊ നമ്മൾ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ആകുമ്പോൾ എല്ലാ സിസ്റ്റവും നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടാവില്ല. അപ്പോൾ ഓരോ ദിവസവും മാറി മാറി ഓരോ സിസ്റ്റങ്ങൾ മാറി മാറിയിട്ട് ഓഫ് ചെയ്യുക, ഓൺ ചെയ്യുക, അങ്ങനെയുള്ള സംഗതികളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം. കീ ടേക്ക് അവേസ്, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് ഭാഗങ്ങളാണ്. വെൽ മാനേജ് റിസപ്ഷൻ ഈസ് ക്രിട്ടിക്കൽ ഫോർ ദ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. അത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന് വെൽ മാനേജ് റിസപ്ഷൻ വളരെ അവരാണ് അതിന്റെ കീ പോയിന്റ്സ്. ഓക്കെ, then the reception in charge must be balanced operation task and leadership. ഒരു ഇൻചാർജ് എന്താണ്, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളായിരിക്കണം. ഓപ്പറേഷൻസും കൃത്യമായി കൈകാര്യം ചെയ്യാൻ പറ്റിയ ആളായിരിക്കണം. കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ എഫിഷ്യൻസി ഓഫ് എൻഷുർ ദ സീംലെസ് ഓപ്പറേഷൻസ്. എല്ലാവരുമായിട്ടും കൃത്യമായ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക. എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചിട്ട് ചെയ്യരുത്, അത് അങ്ങനെ ആയിക്കോളും, ഈ ഡോക്ടർ വന്നോളും, അല്ലെങ്കിൽ ഈ പേഷ്യന്റ് വന്നോളും, ബുക്ക് ചെയ്തിരിക്കണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കാനും പാടില്ല. മിനിമം പേഷ്യൻസ് ബുക്ക് ചെയ്ത് എല്ലാവർക്കും കൃത്യമായി ഇൻഫർമേഷൻ കൊടുക്കുക. കാരണം നമ്മളുടെ ഒരു അശ്രദ്ധ കൊണ്ട് ഒരാൾക്ക് സർവീസ് കിട്ടാതിരിക്കാനോ അതൊന്നും പാടില്ല. അപ്പൊ അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യേണ്ടത് ഇൻചാർജിന്റെ ഉത്തരവാദിത്വത്തിൽ പെട്ടതാണ്. താങ്ക് യു.